നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7-8 ദിവസമായി കേരളത്തിലെ മാപ്രകൾ എന്തൊരു ആഘോഷമായിരുന്നു. നമ്മളൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത ഏതൊക്കെയോ നടികൾ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നടന്മാർക്കെതിരെയുള്ള വാർത്തകൾ എത്ര മണിക്കൂറാണ് അവർ പ്രക്ഷേപണം ചെയ്തത്, ചർച്ച ചെയ്തത്. അപ്പോഴൊക്കെ കാതലായിട്ടുള്ള വിഷയത്തിൽ അവർ ഒരാൾ പോലും തൊട്ടില്ലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റി. ഈ ഇക്കിളിക്കഥകളുടെ പിന്നാലെ പോകുന്നതല്ലാതെ ഈ കാതലായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ഒരു മാധ്യമങ്ങളും പോകുന്നേ ഇല്ലായിരുന്നു. നമ്മളൊക്കെ ഈ വാർത്തയിൽ വരുമ്പോൾ മാത്രമാണ് ഇതുപോലെ നടി ഉണ്ടായിരുന്നോ മലയാള സിനിമയിൽ എന്ന് ഓർക്കുന്നത്. അവരുടെ വെളിപ്പെടുത്തൽ പോലും എത്രയോ മണിക്കൂർ നേരമാണ് ഇവിടെയുള്ള ഓരോ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടും ഒരു അന്യഭാഷ ഗായിക ഇവിടുത്തെ ഒരു നടിക്കും നടിയുടെ ഭർത്താവായ സംവിധായകനുമെതിരെ കൃത്യമായും ഒരു ആരോപണം ഉന്നയിക്കുന്നു. അവരുടെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് കഴിക്കാൻ പോലും തനിക്ക് പേടിയാണ് എന്നും ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇവിടെയുള്ള മാധ്യമങ്ങൾ ആ വെളിപ്പെടുത്തൽ ആ സമയത്ത് വാർത്തയായിട്ട് കൊടുത്തില്ല. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ കാലമായതിനാൽ ആദ്യം ദേശീയ മാധ്യമങ്ങളും പിന്നീട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് നിറയുന്നു. അപ്പോൾ മറ്റു മാർഗമൊന്നുമില്ലാതെ, ഗത്യന്തരമില്ലാതെ ഇവിടെയുള്ള മാപ്രകൾ ഈ വാർത്ത മടിച്ചു കൊടുക്കുന്നു. പക്ഷേ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുന്നു. ഇവിടെയാണ് നമ്മൾ കാണേണ്ട കാര്യം. യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പോലും പോവാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ അവരെ കൂടി ഇട്ട വാർത്ത പിന്തിരിപ്പിക്കാനും മാത്രം ശക്തമാണ് ആ മാഫിയ. അപ്പോൾ ഇനി ചിന്തിക്കൂ, എവിടെയാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നത്? ഈ നമ്മളാരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഏതൊക്കെയോ നടിമാർ വന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ പിന്നാലെ പോകണമോ അതോ യഥാർത്ഥത്തിലുള്ള വിഷയത്തിന് പിന്നാലെ പോകണമോ? എന്നിട്ടും ആ വിഷയത്തിലേക്ക് പോകേണ്ട മാധ്യമങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതാ അവർക്ക് അടുത്ത വിഷയം കിട്ടിയിരിക്കുന്നു, PV അൻവറിൻ്റെ രൂപത്തിൽ. അവരിനി മയക്കുമരുന്ന് ചർച്ചയ്ക്ക് പോലും എടുക്കില്ല. പകരം അവർ PV അൻവർ പറഞ്ഞ കാര്യത്തിൻ്റെ പിന്നാലെ പോകും. അതിൻ്റെ പിന്നാലെ പോയിട്ട് എന്ത് കാര്യമാണ് എന്ന് മനസ്സിലാവുന്നില്ല. പിണറായി വിജയൻ പോലും പേടിച്ച് അനങ്ങാതിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു MLA, അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരാൾ തന്നെയായിരിക്കുന്ന ആ അവസരത്തിൽ പോലും അദ്ദേഹത്തിനെ ഒന്ന് വിലക്കാനോ അല്ലെങ്കിൽ തെറ്റുകാർക്കെതിരെ നടപടിയെടുക്കാനോ പോലും പറ്റാതെ നിസ്സഹായനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ കേരളത്തിൽ ആ കേസിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ പോയിട്ട് എന്തുണ്ടാക്കാനാണ് എന്ന് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ കുറച്ച് ദിവസം ഇക്കിളി വാർത്തകളെല്ലാം ഇവർ പ്രക്ഷേപണം ചെയ്തതിനൊടുവിൽ തീർച്ചയായിട്ടും നമുക്കറിയാമായിരുന്നു 4-5 ദിവസം കൊണ്ട് തന്നെ ഈ ഇക്കിളി വാർത്തകൾ മലയാളികൾ മടുക്കും. അപ്പോഴേക്കും അവർക്ക് പുതിയ വിഷയത്തിലേക്ക് പിടിക്കേണ്ടി വരും. മലയാള സിനിമയിലെ ഈ ലഹരി മാഫിയയിലേക്ക് ഇവർ തിരിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കൃത്യമായും അതിനുള്ള ആരോപണവും വന്നിരുന്നു. പക്ഷേ ആ വാർത്ത കൊടുത്തപ്പോൾ തന്നെ പിൻവലിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അവരെ പേടിപ്പിച്ചുകൊണ്ടാവില്ല അവർ അത് പിൻവലിച്ചത്, മറിച്ച് അവർക്ക് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടിയതുകൊണ്ടായിരിക്കാം അവർ അത് പിൻവലിച്ചത്. അപ്പോൾ യഥാർത്ഥ വിഷയങ്ങൾ ഇപ്പോഴും ജനങ്ങൾ അറിയരുത്, അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ മാഫിയ അപ്പോൾ സിനിമയിലാണോ മാധ്യമരംഗത്താണോ എന്ന് ജനങ്ങൾ ചിന്തിക്കണം. മുൻപൊക്കെ നമ്മൾ പറയുമായിരുന്നു, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ വഴി, മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വരുന്നതെന്ന്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മുക്കാൻ വേണ്ടിയിട്ടാണ് അവരിൽ പലരും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ മമ്മൂട്ടിക്കെതിരെയോ മോഹൻലാലിനെതിരെയോ മറ്റേത് എതിരെയോ വരുന്ന ഒരു വിവാദങ്ങൾ പോലും ഇവിടെ നമുക്കറിയാം. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരുന്ന രഞ്ജിത്തിനെതിരെ പോലും ആരോപണം വന്നു. ആ ആരോപണം പോലും എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നടിയുമായ രേവതിക്കെതിരെ പോലും ആരോപണം വന്നു. അതും എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയതാണ്. അപ്പോഴൊന്നും അവർക്ക് ആ വാർത്തയൊന്നും പിൻവലിക്കേണ്ടിയിരുന്നില്ല. ആരോപണങ്ങൾ വെച്ച് തന്നെ അവർ വാർത്തയാക്കുമായിരുന്നു. എന്നാൽ റിമ കല്ലിങ്കലിനും അവരുടെ ഭർത്താവിനും എതിരെ വന്ന ആരോപണങ്ങൾ വാർത്തയാക്കിയിട്ട് മിനിറ്റുകൾക്കകം മുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എപ്പോഴത്തെയും പോലെ മലയാള മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും ഉഡായിപ്പുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവർ മാധ്യമപ്രവർത്തനം നടത്തുന്നത് സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടോ രാജ്യത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ജനാധിപത്യത്തിൻ്റെ 4ാം തോടെന്നൊക്കെയാണ് പറച്ചിൽ. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടും അവരുടെ മുതലാളിമാർക്കും വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഗതിയായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ മുൻപ്
ഈ പറഞ്ഞ പ്രമുഖർക്കെതിരെ വന്ന വാർത്തകളെല്ലാം അതേപോലെ കൊടുത്തിരുന്ന അവർ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം ഇവർക്കെതിരെ ആദ്യം വാർത്ത കൊടുക്കുകയും പിന്നീട് അത് വലിക്കുകയും ചെയ്തത് എന്നത് കാതലായിട്ടുള്ളൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലുള്ള ശരിക്കുള്ള പ്രശ്നത്തിലേക്ക് ടച്ച് ചെയ്തപ്പോൾ തന്നെ, അത് ടച്ച് ചെയ്യാനുള്ള ആരോപണം മുന്നിൽ വന്നപ്പോൾ തന്നെ അത് ചർച്ച ചെയ്യും എന്ന് ആളുകൾ കരുതിയിരിക്കുന്ന സമയത്ത് തന്നെ അതിന് തുടക്കമിട്ടിട്ട് പിന്തിരിഞ്ഞോടുന്ന മാധ്യമപ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. ഇതേ മാധ്യമപ്രവർത്തകർ തന്നെയാണ് സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന അദ്ദേഹത്തിനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ കേരള സമൂഹത്തിൽ ഇതേപോലുള്ള മാധ്യമപ്രവർത്തകരെ നമുക്ക് ആവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.